എൻ്റെ വാക്കിംഗ് സെഷൻസ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തു. 7 ദിവസം കഴിഞ്ഞു. അപ്പം ഞാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുമായിരുന്നു, ഇതിപ്പോൾ തുടങ്ങണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണമല്ലോ. അപ്പം അന്ന് ഞാൻ അന്നൊരു ഓഫീസിലൊരു ഫോട്ടോ എടുത്തപ്പോഴത്തേക്കും എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ വണ്ണം ആ ഫോട്ടോയിൽ. അതായിരുന്നു ഇതിൻ്റെ ഒരു ട്രിഗറെന്ന് എൻ്റെ മനസ്സിൽ വെച്ചത്. പക്ഷേ ആ ഒരു ഫോട്ടോ കാരണം മാത്രം ഒരു ട്രിഗർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അപ്പം ഞാനിപ്പം നടന്ന സമയത്ത് ഞാൻ റീകളക്ട് ചെയ്യുമായിരുന്നു. നമുക്കെല്ലാവർക്കും ഒരു പഞ്ചിങ് ബാഗ് സിസ്റ്റം ഉണ്ടല്ലോ. ആരെങ്കിലും നമ്മൾ ഇടിച്ചാലല്ലേ നമ്മൾ നന്നാവുന്നത്. ആരെയും നമ്മുടെ പുറകെ ഇടിക്കാനില്ലെങ്കിൽ നമ്മൾ നന്നാവത്തില്ല ആക്ച്വലി. അപ്പം എൻ്റെ പഞ്ചിങ് ബാഗ് എന്ന് പറയുന്നത് എൻ്റെ അമ്മയുണ്ട്, അതായത് ലിരിയുടെ അമ്മ. ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്നതിൻ്റെ തലേ ദിവസം അമ്മ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് ഈ ഗ്ലട്ടണി എന്ന് പറഞ്ഞ വാക്ക് ഞാൻ അത് നേരത്തെയും പറഞ്ഞായിരുന്നല്ലോ. ഗ്ലട്ടണി എന്നോട് പറഞ്ഞു, ഗ്ലട്ടണി ഒരു ക്യാപിറ്റൽ സിന്നാണ്. ഈ ഫുഡിലോട്ടുള്ള ഒരു അമിത ഭ്രാന്ത്, അതല്ലെങ്കിൽ അതിനുള്ളൊരു കൊതി, അത് കുറേ പേർക്കത് അറിയത്തില്ല അതിനെപ്പറ്റി. അതും ഒരു സിന്നാണ്, അതൊക്കെ പറയുമായിരുന്നു. അപ്പം എന്നോട് ഇനിയാണ് പഞ്ചിങ് ഡയലോഗ് എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ ഫാദർ മരിച്ചുപോയല്ലോ, 60-ാമത്തെ വയസ്സിൽ മരിച്ചുപോയത്, 63. അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഡാഡി പറയുന്നത്, എൻ്റെ ജീവിതത്തിലെ റെസ്പോൺസിബിലിറ്റി എല്ലാം കഴിഞ്ഞു, എനിക്കിനിയൊന്നും നോക്കാനില്ല. അതുകൊണ്ട് പിന്നെ ഡാഡിയുടെ ഡയറ്റ് കംപ്ലീറ്റ്ലി അങ്ങ് ഇഗ്നോർ ചെയ്തു. സംടൈംസ് നൗ വെൻ ഐ തിങ്ക്, എൻ്റെ ഈ 6 പിള്ളേരുള്ളപ്പോഴത്തേക്കും ഒരു കുഞ്ഞിനെ പോലും ഡാഡിക്ക് കാണാനുള്ളൊരു എനിക്കൊരു ഭാഗ്യം ഉണ്ടായില്ല ആക്ച്വലി. ഇവിടാണ് ഇനിയും പഞ്ച് ഡയലോഗ് വരുന്നത്. എൻ്റെ ലിഡിയുടെ അമ്മ അതായത് എൻ്റെ അമ്മ പറഞ്ഞത്, ഞങ്ങളിപ്പം ഈ 6 പിള്ളേരെ കാണാനുള്ളൊരു ദൈവം ഞങ്ങളെക്കൊണ്ട് ഈ 6 പിള്ളേരുടെ കൂടെ നോക്കാനും നിൽക്കാനുമുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. ഇതേപോലൊരു ഭാഗ്യം നാളെ മെൽസിനും ഇവരുടെ പിള്ളേരാകുമ്പോഴത്തേക്കും ഉണ്ടാകണം എന്നുള്ള ബോധ്യം ഉണ്ടാകണമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് അത് ചിരിച്ചങ്ങ് വിട്ടെന്നേ ഉള്ളൂ. പക്ഷേ ഞാനിപ്പം സത്യം പറഞ്ഞാൽ അതായിരുന്നു ആക്ച്വലി ഒരു റീസൺ പോയിൻറ്റ്. അതായത് നമ്മുടെ ഗ്രാൻഡ് പാരൻസ് പിള്ളേരുടെ കൂടെ ഉള്ളപ്പോഴത്തേക്കും ഉണ്ടാകുന്നൊരു എഫക്റ്റ് എന്ന് പറയുന്നത് അത് വലിയൊരു എഫക്റ്റാണ്. ദാറ്റ് ഈസ് സംതിങ് വിച്ച് നമുക്കത് അനുഭവിക്കുമ്പോൾ നമുക്കറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ പേരൻസ് നമ്മുടെ പിള്ളേരുടെ കൂടെ ഉള്ളപ്പോഴത്തേക്കും അവർക്കുണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷണൽ ചേഞ്ച് ഭയങ്കരമാണ്. അപ്പം എൻ്റെ പിള്ളേർ നാളെ വലുതാകുമ്പം അവരും കല്യാണം കഴിച്ച് അവരുടെ പിള്ളേരാകുമ്പോഴത്തേക്കും ഞാനുണ്ടാവണം. ആ ബോധ്യമാണ് ഇന്ന് ഈ ഒരു തീരുമാനത്തിന് വേണ്ടി ഞാനിപ്പം ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ റീസൺ കണ്ടുപിടിച്ചാലേ മാത്രം നിങ്ങൾക്കും ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്രയേ ഉള്ളൂ. ബൈ.